അടുത്ത നമുക്ക് നോക്കേണ്ടത് 8255 പിൻ ഔട്ടാണ്. പിൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് നമുക്ക് 40 പിൻസ് ആണുള്ളത്. ഈ 40 പിൻസിൽ 24 പിൻ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നാണ് നമ്മൾ മുമ്പേ കണ്ടു, ബൈ ഡയറക്ഷണലാണ്. ഈ 24 പിന്നെ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി ആണ്. ഈ ഓരോന്നിലും 8 പിൻ വീതമാണ് ഉള്ളത്, അല്ലെങ്കിൽ 8 ബിറ്റ്സ് ആണ് നമ്മളത് കൂടെ മൂവ് ചെയ്യുന്നത് അല്ലേ. 8 ബിറ്റ് 8 ബിറ്റ് 8 ബിറ്റ്. ഈ പോർട്ട് സിയിലത്തെ 8 ബിറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സി അപ്പറും സി ലോവറും. സി അപ്പർ എന്ന് പറയുന്നത് PC7 PC3 ടു PC7ഉം സി ലോവർ എന്ന് പറയുന്നത് PC0 ടു PC3 ആണ്. പോർട്ട് സീനെ നമുക്ക് അപ്പർ ഹാഫും ലോവർ ഹാഫായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സിംഗിൾ ബിറ്റ് ഓൾട്രേഷന് BSR മോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സിംഗിൾ ബിറ്റ് ഓൾട്രേഷന് വേണ്ടിയിട്ടും പോർട്ട് സീനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പോർട്ട് എ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. പോർട്ട് എ എന്ന് പറയുന്നത് പിൻസ് 1 2 3 4 ദെൻ 37 38 39 40 പിൻസിലോട്ടാണ് പോർട്ട് എ കണക്റ്റഡ്. ടോട്ടൽ 8 പിൻ. പോർട്ട് ബി എന്ന് പറയുന്നത് 18 ടു 25, 18 19 20 21 22 23 24 25 ആ ഒരു പിൻസിലോട്ടാണ് പോർട്ട് ബി കണക്റ്റഡ് ആയിട്ടുള്ളത്. പോർട്ട് സി എന്ന് പറയുന്നത് 10 ടു 17 വരെയുള്ള പിൻസിലേക്കാണ് പോർട്ട് സി കണക്റ്റഡ് ആയിട്ടുള്ളത്. 10 ടു 13 ആണ് PC4 ടു PC7. അതുപോലെ തന്നെ സി ലോവർ 14 ടു 17 പിൻസിലോട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങനെ രണ്ട് ഹാഫ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ആയിട്ടുള്ളത് പോർട്ടിന്റെ കാര്യം കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് വരുന്നത് ഏതാണ്? DC0 ടു DC7 ആണ് അല്ലേ. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു 27 to 34 pins of 8255 IC. And these pins D0 to D7 are used to transfer data. ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് D0 തൊട്ട് D7 വരെയുള്ള പിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പിൻസ് 8255 D0 to D7 വരെയുള്ള പിൻസ് വിൽ ബി കണക്റ്റഡ് ടു ദ മൈക്രോപ്രൊസസേഴ്സ് AD0 to AD7. AD0 to AD7 വരെ മൈക്രോപ്രൊസസറിന്റെ ആ പിൻസിലോട്ടായിരിക്കും D0 to D7 വരെയുള്ള പിൻസ് നമ്മൾ കണക്ട് ചെയ്യപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പിൻസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഉണ്ട്. 7th പിന്നിൽ ഗ്രൗണ്ട് ഉണ്ട്. 26th പിന്നിൽ VCC ഉണ്ട്. 35th പിന്നിൽ റീസെറ്റ് നമുക്ക് കാണാൻ സാധിക്കും. 7th പിന്നിൽ ഗ്രൗണ്ട്, 26th പിന്നിൽ VCC, 35th പിന്നിൽ റീസെറ്റ്. അതുപോലെ തന്നെ 8th 9th പിന്നിൽ നമുക്ക് A1 A0 കാണാൻ സാധിക്കും. അഡ്രസ് ബിറ്റ്സ് ആണ്. ഇവിടെ A0 A1 is used to select the port A, port B and port C. Okay, as well as is used to select the control word also. ഈ ഒരു പർപ്പസിന് വേണ്ടി നമുക്ക് A0 A1 യൂസ് ചെയ്യാൻ സാധിക്കും. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കൺട്രോൾ വേർഡ്? ദ കൺട്രോൾ വേർഡ് വിൽ ജസ്റ്റിഫൈ ഇൻ വിച്ച് മോഡ് 8255 ഈസ് functioning. So A0 and A1 is used to select a port A, port B and port C as well as to select the control word. ഇവിടെ നമുക്ക് കാണാം ഒരു പിന്ന് കൂടെ ഉണ്ട്. 6th പിൻ എന്താണ്? കൺട്രോൾ ചിപ്പ് സെലക്ട് ആണ്, CS ആണ്. CS എന്ന് പറയുന്നത് ആക്റ്റീവ് ലോ പിൻ ആണ്. ഇതിലേക്ക് 0 വന്നാലാണ് ഈ ഒരു പിന്ന് ആക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ ഇനേബിൾ ആവുന്നത്. അപ്പോൾ നമ്മുടെ 8255 ICനെ സെലക്ട് ചെയ്യണമെങ്കിൽ എപ്പോഴും കൺട്രോൾ ചിപ്പ് സെലക്ട് സിഗ്നൽ, കൺട്രോൾ ചിപ്പ് സെലക്ട് സിഗ്നൽ എല്ലാം എപ്പോഴും 0 ആയിട്ട് വെച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മുടെ എന്ത് വർക്ക് ചെയ്യുള്ളൂ, നമ്മുടെ 8255 IC ഇനേബിൾ ആവുള്ളൂ. അപ്പോൾ ചിപ്പ് സെലക്ട് 0 ആക്കി വെച്ചിട്ട് A1 A0ൽ 00 കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് A സെലക്റ്റഡ് ആവും. 01 കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് B സെലക്റ്റഡ് ആവും. 10 കൊടുത്തു കഴിഞ്ഞാൽ പോർട്ട് C സെലക്റ്റഡ് ആവും. 11 ആണ് കൊടുക്കുന്നത് വെച്ചാൽ കൺട്രോൾ രജിസ്റ്റർ ആവും സെലക്ട് ആവുണ്ടാവുക. ഇനി ചിപ്പ് സെലക്റ്റിൽ 1 പോയി കഴിഞ്ഞാൽ എന്താ ടോട്ടലി ഉണ്ടാവുക? നമ്മുടെ 8255 ICനെ അത് ഇനേബിൾ ചെയ്യുന്നേ ഇല്ല. 8255 IC നമ്മളതിൻ്റെ കൂടെ വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല പ്രൊസസ്സറിൻ്റെ കൂടെ. സോ ചിപ്പ് സെലക്ട് എപ്പോഴും 0 ആയാൽ മാത്രമാണ് 8255 ICക്ക് മൈക്രോ പ്രൊസസ്സറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ 1 ആണെങ്കിൽ കേസ് എന്താണ്? A1ലും A0ലും എന്ത് കൊടുത്താലും നോ സെലക്ഷൻ ആണ്. 8255 IC ഈസ് നോട്ട് സെലക്റ്റഡ് എന്നുള്ളതാണ് അവിടെ അർത്ഥാക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഇമ്പോർട്ടൻറ്റ് പിൻസ് എന്ന് പറയുന്നത് 5th പിന്നിൽ വരുന്ന, ഇവിടെ നോക്കി വേണം, 5th പിന്നിൽ RD ബാർ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡാണ്. റീഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്യണമെങ്കിൽ ഈ റീഡ് സിഗ്നൽ ആക്റ്റീവ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് കാണാം 36th പിന്നിൽ നമുക്ക് റൈറ്റ് ഓപ്പറേഷൻ ഉണ്ട്. ഇവിടെ 36th പിന്നിൽ റൈറ്റ് ഓപ്പറേഷൻ ഉള്ള പിന്നാണ്. ഔട്ട്പുട്ട് പോർട്ടിലേക്ക് എന്തെങ്കിലും ഡാറ്റ നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് സിഗ്നൽ ആക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ മൈക്രോ പ്രൊസസ്സർ ഈസ് ഓൾറെഡി ജനറേറ്റിംഗ് ദിസ് റീഡ് ബാർ ആൻഡ് റൈറ്റ് ബാർ സിഗ്നൽ. റീഡ് സിഗ്നലും റൈറ്റ് സിഗ്നലും മൈക്രോ പ്രൊസസ്സർ ഓൾറെഡി ജനറേറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് കണക്റ്റഡ് ടു ദ 5th ആൻഡ് 36th പിൻ ഓഫ് 8255 IC. അപ്പോൾ ഇത് കണക്റ്റഡ് ആവണമെങ്കിൽ ഉള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ചിപ്പ് സെലക്ട് എപ്പോഴും 0 ആയിരിക്കണം. 6th പിന്നിലുള്ള ചിപ്പ് സെലക്ട് എപ്പോഴാണോ ഈ ചിപ്പ് സെലക്ട് ഇനേബിൾ ആവുന്നത് ആ സമയത്ത് മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ 8255 ICക്ക് ബാക്കിയുള്ള എക്സ്റ്റേണൽ ഡിവൈസിനെ നമ്മുടെ മൈക്രോ പ്രൊസസ്സറായിട്ട് ഇന്റർഫേസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ചിപ്പ് സെലക്ട് പിന്നിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ.
നമ്മളിവിടെ 8255 AC പിൻ ഔട്ട് കണ്ടു. ഓരോ പിൻസും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. സോ 8255 AC ടോട്ടലി എത്ര പിന്നാണ്? 40 പിന്നാണ്. ഇതിൽ 24 പിൻസ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആയിട്ടുള്ളത്. ആൻഡ് ദേ ആർ അഗെയിൻ ക്ലാസിഫൈഡ് ടു 3 ഗ്രൂപ്പ്സ്. ആൻഡ് ഈ 3 ഗ്രൂപ്പ്സിലെ പോർട്ട് സി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. പോർട്ട് സി അപ്പർ ആൻഡ് പോർട്ട് സി ലോവർ, അല്ലെ സി അപ്പർ ആൻഡ് സി ലോവർ ആണ്. അതുപോലെ തന്നെ BSR മോഡിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് പോർട്ട് സിക്കാണ്. ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിൻസ് കണ്ടു. ഡീറ്റെയിൽ ആയിട്ട് നന്നായി പഠിക്കുക. 8255 AC പിൻ ഔട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചത്.